നമസ്കാരം. മിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി മരുതോങ്കര ചീനവേലി VK കൃഷ്ണമേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് CK ബാബു അധ്യക്ഷത വഹിച്ചു. മുഴുവൻ ആൾക്കും VK സ്മാരക ഗ്രന്ഥാലയത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഈ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K സജിത്ത് അവർകളാണ്. മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സജിത്ത് ഉദ്ഘാടനം ചെയ്തു. സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പരിപാടികൾ പിന്നിട്ട കാലങ്ങളിലെല്ലാം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വിവിധ മത്സര പരീക്ഷകളിൽ വിജയം കൈവരിച്ചിട്ടുള്ള ഈ വായനശാല പരിസരത്തെ വായനശാലയുമായി ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ അനുമോദിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ കാലമായി ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സീതരം മാഷ് പുതിയ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. താലൂക്ക് ലൈബ്രറിയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ സംഗമത്തിൽ അദ്ദേഹത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു സന്തോഷം കൂടി ഇവിടെ ഈ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ആദരിക്കുക കൂടി ചെയ്യുന്ന ഒരു ചടങ്ങായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ചടങ്ങ് വളരെ ലളിതമാണെങ്കിലും ഈ ചടങ്ങിന് ഏറ്റവും മാധുര്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അംഗീകാരം ലഭിക്കുമ്പോൾ അത് അംഗീകാരമാണ്, അത് നല്ലതാണ് എന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് ചുരുങ്ങിപ്പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് കേരളം പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ചെറിയ ഏതെങ്കിലും ഒരു പാകപ്പിഴവുകൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുമ്പോൾ ആ പാകപ്പിഴവുകളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുഴുവൻ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പുതിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പാകപ്പിഴവുകളെ തിരുത്താനും അതോടൊപ്പം നമ്മൾ നേടിയിട്ടുള്ള മികവുകളെ ഉയർത്തിക്കാണിച്ച് മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ആവശ്യം. നിങ്ങളിവിടെ ആദരിക്കപ്പെടുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം LSS ഉണ്ട്, USS ഉണ്ട്, SSLC ഉണ്ട്, +2 ഉണ്ട്, മറ്റേതെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് പറയുമ്പോൾ മനസ്സിലാവും. അതല്ലേ ഉള്ളൂ അല്ലേ? NMMS ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു മികച്ച പ്രവർത്തനമാണ്. ആ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ വലിയ അധ്വാനമുണ്ട്. ആ അധ്വാനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ടാവുക ആരായിരിക്കും? ഏറ്റവും കൂടുതൽ അധ്വാനം ആർക്കായിരിക്കും? കിട്ടിയ നിങ്ങൾക്കല്ലേ, നിങ്ങൾക്കാണ്. പക്ഷേ നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ആ ഗ്രൂപ്പിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാ? നിങ്ങളുടെ വിജയത്തിന്റെ അകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിന്റെ അകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആരായിരിക്കും? ആർക്കും ഉത്തരയില്ല. ആരാ? നിങ്ങളുടെ രക്ഷിതാക്കളാണ് അല്ലേ? രക്ഷിതാക്കളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. രക്ഷിതാക്കൾക്ക് പുറമെ അധ്യാപകരുണ്ട്. അധ്യാപകരുടെ നല്ല പിന്തുണ നമുക്കുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ക്ലാസ്സിലെ സഹപാഠികൾ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ സഹപാഠികളുടെ അടുത്തുനിന്ന് കിട്ടിയ അറിവുകൾ, അധ്യാപകരുടെ നല്ല ശിക്ഷണം, ഒപ്പം രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ, ഇതൊക്കെ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പരീക്ഷ എഴുതാനും മാർക്ക് വാങ്ങാനും പറ്റുന്ന അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ചടങ്ങിൽ വടകര താലൂക്ക് ഗ്രന്ഥശാല കൗൺസിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത KP ശ്രീധരൻ മാസ്റ്ററെ ആദരിച്ചു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ
ചരിത്രം എന്ന് പറയുന്നത് ആദ്യത്തെ പബ്ലിക് ലൈബ്രറി കേരളത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 1829 തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പബ്ലിക് ലൈബ്രറിയാണ് ആദ്യത്തെ കേരളത്തിലെ പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത്. പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ലൈബ്രറിയാണ്. അല്ലാത്ത ലൈബ്രറികളുണ്ട്, കലാലയങ്ങളിലുള്ള ലൈബ്രറികളുണ്ട്, രാജാക്കന്മാരുടെ വസതികളിലുള്ള ലൈബ്രറികളുണ്ട്. ഇതൊന്നും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലൈബ്രറികളായിരുന്നു. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറിയാണ് തിരുവനന്തപുരത്തുള്ള ലൈബ്രറി. ഗ്രന്ഥശാല സെക്രട്ടറി പി ദിവാകരൻ സ്വാഗതം പറഞ്ഞു. വാർഡ് തല കൺവീനർ ബാലൻ പാറയ്ക്കൽ, എക്സിക്യൂട്ടീവ് അംഗം പി ഭാസ്കരൻ, പി ഗംഗാധരൻ മാസ്റ്റർ, ലൈബ്രറിയൻ വി ജി പാറയ്ക്കൽ, എക്സിക്യൂട്ടീവ് അംഗം കെ രാജേഷ് എന്നിവർ സംസാരിച്ചു.